ഹായ്, വില്ലേജ് സയൻസ് ആൻഡ് വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ കുറേ കാലമായി ഇട്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് ഒരു ആത്തിച്ചക്കേൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആത്തിച്ചക്കേൻ്റെ മരത്തിനടുത്ത് പോയപ്പോൾ ഒരു ആത്തിച്ചക്ക കിട്ടിയിരുന്നു. അപ്പോൾ അത് വെണ്ണീറിൽ ഇങ്ങനെ പൂഴ്ത്തി വെച്ചിട്ട് അത് നന്നായിട്ട് പഴുത്തു. അപ്പോൾ ഇതാണ് ഈ ആത്തിച്ചക്ക, കണ്ടില്ലേ, നന്നായിട്ട് പഴുത്തു. അപ്പോൾ ആത്തിച്ചക്കേന് ധാരാളം ബെനിഫിറ്റ് ഉള്ളതാണ്. വിറ്റാമിൻ സി ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫൈബർ, വിറ്റാമിൻ ബി, അയേൺ, കോപ്പർ എന്നിങ്ങനെയെല്ലാം ഉണ്ട്. ഇപ്പോൾ സ്കിന്നിനും ഹെയറിനും വളരെ നല്ലതാണ്. അതുപോലെ ദഹനത്തിന് സഹായിക്കും. അതുപോലെ തന്നെ ബ്രെയിന് നല്ലതാണെന്ന് പറയുന്നു. അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമുണ്ട്. അതുപോലെ തന്നെ മുടിയുടെയും സ്കിന്നിൻ്റെയും വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അതുപോലെ കാൽഷ്യം, മഗ്നീഷ്യം എല്ലിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. വിറ്റാമിൻ B6 അത് ബ്രെയിന് നല്ലതാവുമല്ലോ, ഗർഭിണികൾക്ക് ഒക്കെ നല്ലതാണ്. ലിവർ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ ഇത് കസ്റ്റാർഡ് ആപ്പിൾ എന്നാണ് പറയുക. ഇതിൻ്റെ കുരുവാണ് സാധാരണ നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരു കുഴിച്ചിട്ടാൽ അത് വളർന്നിട്ട് മരമായിട്ട് വരും. ഒരു മരം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ പഴങ്ങൾ കിട്ടും. അപ്പം വീട്ടിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പഴങ്ങൾക്കൊന്നും അത്ര പല കീടനാശിനിയും കാര്യങ്ങളും എല്ലാം അടിക്കുന്നതാണ്. അപ്പോൾ ഇതിലൊരു കീടനാശിനിയൊന്നുമില്ല. നമുക്ക് നല്ല ധാരാളമായിട്ട് കായ്ക്കും. ഒരു മരം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ കായ്ക്കും. അപ്പോൾ ഇത് ഞാനൊന്ന് കഴിച്ച് നോക്കാം അങ്ങനെയുണ്ട്. ഇതിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് എടുക്കുക. അത് കണ്ടില്ല, നല്ല ഫ്രഷി ആയിട്ടുള്ള ഫ്രൂട്ടാണ്, മധുരമാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കുക, എങ്ങനെയാണുള്ളതെന്ന് മനസ്സിലാവില്ല. നല്ല മധുരമാണ്. പുറത്ത് വെച്ചാൽ ഇത് പഴുക്കും, പക്ഷേങ്കിൽ നന്നായിട്ട് പഴുക്കാൻ വെണ്ണീരിൽ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പഴുക്കും. അപ്പോൾ ഇതിൻ്റെ തൊലീൻ്റെ അടുത്തുള്ള ആ ഫ്ലഷി പാർട്ട് ഒന്ന് പുറത്ത് വെച്ചാൽ നല്ലോണം പഴുക്കൂല, പക്ഷെ വെണ്ണീരിൽ വെച്ചാൽ ശരിക്കും പഴുത്ത് കിട്ടും. ഇപ്പോൾ വളരെ നല്ല സാധനമാണ് ഇത് ലിവർ ഹെൽത്തിനും വളരെ, ലിവർ രോഗികൾക്കൊക്കെ ഗുണം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരു കറുത്ത കുരു കണ്ടില്ലേ, കറുത്ത കുരു. ഈ കുരു ഉണക്കിയിട്ട് വെച്ചിട്ട് കഴിഞ്ഞാൽ പൊടിക്കും. വീട്ടിലെല്ലാം പറമ്പിലെല്ലാം നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തിന്നാം. എന്താ ജ്യൂസ് അടിച്ച് വെക്കുന്ന ഓർഡർക്ക് ജ്യൂസ് അടിച്ച് വെച്ചാൽ നല്ലതാണ്. ഇപ്പം പറയുന്നത് പഴങ്ങൾ മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ മോശമെന്നാണ് പറയുന്നത്. പല പഴങ്ങൾ ഒരു സമയം ഒരു പഴം കഴിക്കാൻ പാടുള്ളൂ. മിക്സ് ചെയ്ത് കഴിക്കുന്നത് ദോഷമാവില്ല. അതിലെല്ലാം കണ്ടൻറ്റ് ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റേഷ്യോ ശരിയാവില്ല, അത് മോശമാണെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഓരോ പഴങ്ങൾ കിട്ടുമ്പോൾ എടുത്ത് കഴിച്ചാൽ മതി. അപ്പോൾ ഞാനത് കഴിക്കേണ്ടത് നിങ്ങളൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടോ? ഇത് എല്ലാവർക്കും അറിയുന്ന പഴം തന്നെയാണ്.
നമ്മൾ വീട്ടിലിപ്പോൾ ഇത് കണ്ടത് കൊണ്ട് കിട്ടുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ചക്കയും വലിയ ദോഷമൊന്നുമില്ല. അധികം വളവും കാര്യവും കീടനാശിനിയൊന്നുമില്ല. ഇതൊരു ചക്കേൻ്റെ വർഗത്തിൽപ്പെട്ട് ഞാൻ തോന്നുന്നു. കസ്റ്റാർഡ് ആപ്പിൾ എന്ന് അതിന് പറയാം. നമ്മൾ ആദ്യച്ചക്ക എന്നാ പറയാം. മനസ്സിലായില്ലേ? ഇപ്പം വില്ലേജ് സൈറ്റ്സ് ആൻഡ് വ്ളോഗ്സ് ഇപ്പം സബ്സ്ക്രൈബർ കൗണ്ട് ആയിട്ടുണ്ട്. 1000 സബ്സ്ക്രൈബർ വേണം. ഇതായിട്ടുണ്ട്. ഇനിയുള്ളത് വാച്ച് ഹവറാണ് വേണ്ടത്. 4000 വാച്ച് ഹവർ. കുറച്ചും കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ആവും. ഇപ്പം ഇങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്. ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സബ്സ്ക്രൈബർ ചെയ്യാത്ത ആളുകൾ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതുപോലെ ഇതിൻ്റെ കുരു എവിടെ നിന്ന് തൈ നഴ്സറി ഇപ്പോൾ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും. തൈ അവിടെ നിന്ന് വാങ്ങിയിട്ട് വീടിൻ്റെ അടുത്തൊക്കെ പറമ്പിൽ കുഴിച്ചിട്ടാൽ നല്ല പഴങ്ങൾ കഴിക്കുക. അതുപോലെ ചാമ്പക്ക ഇങ്ങനെയുള്ള പഴങ്ങൾ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ ഇടാൻ ശ്രമിക്കാം. താങ്ക് യു.